അസ്സലാമലൈക്കും, നമസ്കാരം. അപ്പം നമ്മൾ ഇന്ന് വിൽപ്പനയ്ക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു കിഡിലൻ പ്രോപ്പർട്ടിയാണ്. വൻ ഓഫറാണ്. കാലി സ്ഥലത്തിൻ്റെ വില കൊടുത്തു കഴിഞ്ഞാൽ മതി. കാലി സ്ഥലത്തിൻ്റെ വില അളന്നു കൊടുത്തു കഴിഞ്ഞാൽ മതി. അതിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 1700 സ്ക്വയർ ഫീറ്റുള്ള 2 നില 5 ബെഡ്റൂമുള്ളൊരു വീട്. അതിൻ്റെ വില കൊടുക്കണ്ട. 35ഓളം തെങ്ങുകള്, തേക്ക്, പ്ലാവ്, മാവ്, വാഴ, അങ്ങനെ പ്രകൃതി സുന്ദരമായിട്ടുള്ള നല്ലൊരു ബ്യൂട്ടിഫുൾ ഏരിയയില് 2 നില ഒരു വീടോട് കൂടിയിട്ടുള്ള ഒരു സൂപ്പർ പ്രോപ്പർട്ടി. 2 കിണറുണ്ട്, വെള്ളം പറ്റാത്ത നല്ല സൂപ്പറായിട്ട് 2 കിണറുണ്ട്, നല്ലൊരു ബ്യൂട്ടിഫുൾ പ്ലേസിൽ. അപ്പോൾ 1 ഏക്കർ 7 സെന്റ് സ്ഥലം അതിലുള്ളത്. ഓൾറെഡി അവിടെ 1 സെന്റ് സ്ഥലത്തിന് 1,50,000 രൂപ, 1.5 ലക്ഷം രൂപ 1 സെന്റ് സ്ഥലത്തിന് അവിടെ ഓൾറെഡി മാർക്കറ്റുള്ള ഒരു ഏരിയ ആണ്. അപ്പൊ നമ്മൾ ഈ പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്ന വില, കാലി സ്ഥലത്തിന്റെ വില ചോദിക്കുന്നുള്ളൂ 1,25,000 രൂപയാണ്. മാർക്കറ്റ് റേറ്റിലാണ് കുറച്ചിട്ടേ ഇവർ ചോദിക്കുന്നുള്ളൂ. അതിൽ തന്നെ വീട് ഒരുപാട് മരങ്ങളൊക്കെ ഉണ്ട്, അതിനൊന്നും വില ചോദിക്കുന്നില്ല. കാലി സ്ഥലത്തിന് ഇവർ ചോദിക്കുന്ന വില 1,25,000 രൂപ 1 സെന്റ് സ്ഥലത്തിന്. അങ്ങനെ 1 ഏക്കർ 7 സെന്റ് സ്ഥലമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വാങ്ങുന്നവർക്ക് വൻ ലാഭം തന്നെ. നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്. ടൗണിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ, ചെറിയ ദൂരേ ഉള്ളൂ മെയിൻ അങ്ങാടിക്ക്. അത്യാവശ്യം നല്ല മാർക്കറ്റുള്ള നല്ലൊരു ഏരിയ ആണ്. നല്ല പ്രകൃതി സുന്ദരമായിട്ടുള്ള നല്ലൊരു നാച്ചുറൽ ഫീല്, നല്ലൊരു താമസിക്കാനൊക്കെ അനുയോജ്യമായിട്ടുള്ള കൂടുതൽ ഏരിയയിൽ സെൻട്രലായിട്ട് നല്ല 2 നില വീടോട് കൂടിയിട്ടുള്ള നല്ലൊരു സൂപ്പർ പ്രോപ്പർട്ടി. വാങ്ങുന്നവർക്ക് തീർച്ചയായിട്ടും വൻ ലാഭം തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ആദ്യം ഈ വീടൊന്ന് കണ്ടു നോക്കുക. എങ്ങനെയാണ് ഈ വീട്, ഇതിൻ്റെ ചുറ്റുപാടുകളൊക്കെ ഒന്ന് നേരിട്ട് കണ്ടിട്ട് എന്നിട്ട് ഞാൻ പറഞ്ഞത് ഇത് എവിടെയാണ് എന്നുള്ള അതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ. ഫസ്റ്റ് നമ്മൾ ഈ പ്രോപ്പർട്ടി മുതൽ കാണാം. മലപ്പുറം ജില്ലയിലാണ് കേട്ടോ ഈ പ്രോപ്പർട്ടി ഉള്ളത്. മുതൽ കണ്ടിട്ടാണ് ബാക്കി സംസാരം. അപ്പോൾ ഫസ്റ്റ് നമ്മൾക്ക് ആ വീടും സ്ഥലങ്ങളൊന്ന് കണ്ടിട്ട് പെട്ടെന്ന് വരാം. ഇതാണ് നമ്മുടെ വീട്. 1700 സ്ക്വയർ ഫീറ്റിലെ 2 നില 5 ബെഡ്റൂമോട് കൂടിയിട്ടുള്ള സൂപ്പർ വീട്. ഈ വീടിനൊന്നും വില ചോദിക്കുന്നില്ല കേട്ടോ. ഇവിടുത്തെ ഈ കാലി സ്ഥലത്തിന് നമ്മളെ വിൽപ്പന 1 ഏക്കർ 7 സെന്റ് സ്ഥലമാണ്. അതിൽ പെട്ട ഓരോ വസ്തുക്കളാണ് ഈ ഒരുപാട് മരങ്ങൾ, ഈ വീടും. ഇതിനൊന്നും വില ചോദിക്കുന്നില്ല. നമ്മൾ കാലി സ്ഥലത്തിൻ്റെ വില മാത്രമേ ചോദിക്കുന്നുള്ളൂ. അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ലൊരു വീട് തന്നെയാണ്. നല്ല സൗകര്യമുള്ള ഒരു സൂപ്പർ വീട്. വീട് നിൽക്കുന്ന ഭാഗം ഫ്രണ്ടും ബാക്കൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള മുറ്റുണ്ട്. അടിഭാഗം കോൺക്രീറ്റ് ചെയ്തിട്ടുള്ള ഈ ഫ്രണ്ട് ഭാഗത്തുള്ള ഈ ഏരിയകൾ, ഈ സ്ഥലങ്ങളൊക്കെ ഇതിൽ പെട്ടതാണ്. അപ്പോൾ നമുക്ക് ആലോചിച്ചാൽ തന്നെ അറിയാം, ഇന്നത്തെ കാലത്ത് ഇങ്ങനെ ഒരു വീട് കെട്ടണമെങ്കിൽ തന്നെ വലിയൊരു സംഖ്യക്ക് ചിലവ് വരുന്നുണ്ട്. വീട്ടിൻ്റെ ഉൾഭാഗം ഒന്ന് കാണിച്ചു തരാം. ഫുള്ള് ടൈലൊക്കെ ഒട്ടിച്ച് എല്ലാ വർക്കും ഫിനിഷ് ആയിട്ടുള്ള വലിയൊരു പഴക്കമില്ലാത്തൊരു വീടാണ്. അടിഭാഗം ഫുള്ള് സ്റ്റെപ്പിൻ്റെ ഭാഗം ഗ്രാനൈറ്റിലാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റുള്ള ഭാഗങ്ങളൊക്കെ ഫുള്ള് 2x2 സൈസിൽ വെട്രിഫൈഡ് ടൈലൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. നല്ല ഓപ്പൺ സിറ്റ് ഔട്ടാണ്. നല്ല എലിവേഷനോട് കൂടിയിട്ടുള്ള അത്യാവശ്യം വലിയ സൗകര്യമുള്ള ഒരു വീട് തന്നെയാണ്. ഫ്രണ്ട് ഭാഗം മെയിൻ ഡോറാണിത്. മെയിൻ ഡോറൊക്കെ പ്ലാവിൻ്റെ കാതിൽ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. മൺചിത്രത്താഴ് രീതിയിലുള്ള ലോക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫുള്ള് നല്ല എല്ലാ ഭാഗവും ഫുള്ള് വുഡുകൾ, നല്ല തേക്ക്, അതുപോലെ തന്നെ പ്ലാവൊക്കെ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അടിഭാഗത്ത് 3 ബെഡ്റൂം വരുന്നുണ്ട്. മുകൾ ഭാഗത്ത് 2 ബെഡ്റൂം. ടോട്ടലി 5 ബെഡ്റൂമാണ് വരുന്നത്. ഈ ഹാളിൻ്റെ ലെങ്ത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഏരിയ ഉണ്ട് കേട്ടോ. നല്ല സ്പേസസ് ആയിട്ടുള്ള വലിയ ഹാളാണ്. ഒരു ഭാഗത്ത് ലിവിങ് ഏരിയ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല ക്രോക്കറി ഷെൽഫുകളൊക്കെ, നല്ല ഷോക്കേസ്, നല്ല രീതിയിലുള്ള ഭംഗിയായിട്ടുള്ള ഷോക്കേസൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു ഭാഗത്ത് ഡൈനിങ് ഏരിയ. ഹാളിൽ തന്നെ മുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട്. സ്റ്റെയറിൻ്റെ ഹാൻഡ് റെയിൽ മുഴുവനായിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീൽ വർക്കാണ് ചെയ്തിട്ടുള്ളത്. ഒരു പെഡസ്റ്റൽ ടൈപ്പ് വാഷ് ബേസിന് അപ്പുറത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഹാളിൽ തന്നെ ഒരു കോമൺ ബാത്റൂം വരുന്നുണ്ട്. ചുമരൊക്കെ നല്ല രീതിയിലുള്ള പുതിയ മോഡൽ ടൈലൊക്കെ ഒട്ടിച്ചിട്ടുള്ള യൂറോപ്യൻ രീതിയിലുള്ള സൈഫോണിക് ക്ലോസറ്റാണ് കൊടുത്തിട്ടുള്ളത്. നല്ല പുതിയ മോഡൽ ഒരു നല്ലൊരു ബാത്റൂം വരുന്നുണ്ട്. ഇതാണ് ഒരു ബെഡ്റൂം വരുന്നത്. 10, 11, 11, 11 സൈസിൽ വരുന്ന ബെഡ്റൂമുകളാണ്. ചുമരിൽ അലമാരി, വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ അവിടെ ഇട്ട് സെറ്റ് ചെയ്തതാണ് കേട്ടോ. അതൊക്കെ അവിടെ ഫിക്സഡ് ആണ്. ആ അലമാരി, വാർഡ്രോബൊക്കെ അവിടെ ഫിക്സഡ് ആണ്. മുകൾ ഭാഗത്ത് റാക്ക് ഉണ്ട്. ഇതാണ് മറ്റൊരു ബെഡ്റൂം. അടിഭാഗത്തെ 2ാമത്തെ ബെഡ്റൂം. ഇവിടെയും വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വാർഡ്രോബിനൊക്കെ നല്ലൊരു എമൗണ്ട് വരുന്നുണ്ട്. നമ്മൾക്ക് പുതിയ രീതിയിൽ ഇപ്പം നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊക്കെ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ചിലവ് വരുന്നുണ്ട്. മുകൾ ഭാഗത്ത് റാക്ക് ഉണ്ട്.
അതായത് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന വീടിൻ്റെ ക്വാളിറ്റി നമ്മൾ നോക്കുമ്പോൾ ഇതിൻ്റെ എല്ലാ വർക്കുകളും നോക്കണം. ഇപ്പോൾ ആ വാർഡ്രോബൊക്കെ അവിടെ ഇട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത് ഒരു 30,000 35,000 ഒക്കെ ഒരു റൂമിന് വരുന്നുണ്ട്. ഈ വീട്ടിലുള്ള 3 ബെഡ്റൂമിനും ഇതുപോലെ വാർഡ്രോബൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം അവിടെ ഫിക്സ്ഡ് ആണ്. ഇതാണ് അടിഭാഗത്തെ മറ്റൊരു ബെഡ്റൂം. ഇവിടെയും കണ്ടോ, ഇവിടെയൊക്കെ ചുമരിലൊക്കെ വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. 2 സൈസിലുള്ള വെട്രിഫൈഡ് ടൈലൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ക്രീം കളറുള്ള ടൈലാണ് ഫുള്ളായിട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് കിച്ചൺ സ്ലാബിൽ ഗ്രാനൈറ്റ് ആണ് ഒട്ടിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ മുകൾ ഭാഗത്ത് റാക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. എൽ ഷേപ്പിലുള്ള റാക്ക് ഉണ്ട്. ഇതുപോലുള്ള ഇവിടെ ചുമരിൽ ക്രോക്കറി ഷെൽഫുകളൊക്കെ ഉണ്ട്. കിച്ചണോട് ചാരിയിട്ട് വർക്ക് ഏരിയ, ആലുവ പുകയില്ലാത്ത വിറകടുപ്പുണ്ട്, സ്ലാബ്, സിങ്ക്, നല്ല രീതിയിലുള്ള സ്റ്റോർ റൂം. ഇവിടെ ഒരു സ്റ്റോർ ഏരിയ ഉണ്ട്. അത് കൂടാണ്ട് ഉള്ളിൽ വേറെ സ്റ്റോർ റൂമും വരുന്നുണ്ട്. ഇനി വീടിൻ്റെ മുകൾ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ സ്റ്റെയർ കഴിഞ്ഞാൽ വലിയൊരു ഹാളാണ് മുകൾ ഭാഗത്ത്, ഒരു അപ്പർ ലിവിങ് ഏരിയ. 2 ബെഡ്റൂമാണ് ഈ മുകൾ ഭാഗത്തുള്ളത്. ഇതാണ് ഒരു ബെഡ്റൂം. ഇവിടെയൊക്കെ ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. എല്ലാ വർക്കും ഫിനിഷ് ആയിട്ടുണ്ട്. മറ്റൊരു ബെഡ്റൂമാണിത്. ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. റൂമുകളൊക്കെ അത്യാവശ്യം നല്ല സൈസ് ഉണ്ട്. സൈഫോണിക് ക്ലോസറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. ടൈലൊക്കെ ചുമരിലൊക്കെ നല്ല ഭംഗിയുള്ള ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ഇത് കൂടാണ്ട് ഇവിടെ ഒരു കോമൺ ബാത്റൂം വരുന്നുണ്ട്. ഹാളിൽ തന്നെ വേറൊരു കോമൺ ബാത്റൂം. ഇനി ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട്. മുകൾ ഭാഗത്തൊരു ബാൽക്കണി ഉണ്ടോ. വളരെയധികം പ്രകൃതി സുന്ദരമായിട്ടുള്ള നല്ലൊരു ഏരിയ ഈ പ്രോപ്പർട്ടിയിൽ കാണുന്നതാണ്. ഇതെല്ലാം 33ഓളം തെങ്ങുകളുണ്ട്. പ്ലാവ്, മാവ്, തേക്ക്, വാഴ, അങ്ങനെയുള്ള ഒരുപാട് മരങ്ങളുണ്ട് ഈ പ്രോപ്പർട്ടിയിൽ. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഇവിടെ ഒരു ഓപ്പൺ ടെറസ് ഉണ്ട്. അതിൻ്റെ പിൻഭാഗത്തെ സ്ഥലങ്ങളാണിത്. നല്ല സൂപ്പർ ഏരിയ. കാലി സ്ഥലത്തിന്റെ വില മാത്രം കൊടുത്താൽ മതി കേട്ടോ. വീടിന്റെ സൈഡ് ഭാഗം ഒന്ന് കാണിച്ചു തരാം. അത്യാവശ്യം നല്ല മുറ്റുണ്ട്. ഫ്രണ്ടിലും സൈഡിലും ബാക്കിലൊക്കെ ആയിട്ട് വലിയ രീതിയിലുള്ള മുറ്റുണ്ട്. നല്ല ക്യൂട്ടായിട്ടുള്ള ചെറിയ ആഴത്തിന് നല്ലൊരു കിണറും വരുന്നുണ്ട്. ഇതിൽ 2 കിണർ വരുന്നുണ്ട്. വീടിനോട് ചാരി ഒരു കിണർ, ഇത് അടുക്കളയോട് ചാരിയിട്ടുള്ള കിണറാണിത്. ചെറിയ ആഴയുള്ളൂ. അതുപോലെ തന്നെ ഇത് കൂടാണ്ട് അടിഭാഗത്ത് വേറൊരു കിണറും വരുന്നുണ്ട്. അങ്ങനെ 2 കിണറാണ് ഈ ഒരു പ്രോപ്പർട്ടിയിൽ വരുന്നത്. അപ്പോൾ വാങ്ങുന്നവർക്ക് തീർച്ചയായിട്ടും ലാഭം തന്നെയാണ്. ആവശ്യക്കാർ നേരിട്ട് കണ്ട് ബോധ്യപ്പെടാം. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്ന് വിളിച്ചാൽ മതി. ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് മലപ്പുറം ജില്ലയിലെ മഞ്ചേരി ടൗണിൽ നിന്ന് മലപ്പുറം റൂട്ടിന് ഏകദേശം 4 കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ ആനക്കയം എന്ന് പറയുന്ന സ്ഥലത്താണ്. ആനക്കയം അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു വലിയൊരു അങ്ങാടിയാണ്. ആ ആനക്കയം അങ്ങാടിയിൽ നിന്ന് ജസ്റ്റ് 1 കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക്. അങ്ങാടിയിൽ നിന്ന് 1 കിലോമീറ്റർ, ഏകദേശം 1 കിലോമീറ്റർ ഡിസ്റ്റൻസ്. നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽ എല്ലാം പറഞ്ഞല്ലോ. 1 ഏക്കർ 7 സെൻറ്റ് സ്ഥലമാണ്. കാലി സ്ഥലത്തിൻ്റെ വില 1,25,000 രൂപ ഒരു സെൻറ്റിന് കൊടുത്തു കഴിഞ്ഞാൽ എത്രയാണോ അത് സ്ഥലമുള്ളത് അതാണ് ഇതിൻ്റെ ഒരു വില. 1,25,000 രൂപ ഒരു സെൻറ്റ് സ്ഥലത്തിന്. 1 ഏക്കർ 7 സെൻറ്റ് സ്ഥലമുള്ളത്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക. എൻ്റെ പേര് സൈഫു. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തോളൂ, ഒന്ന് ലൈക്ക് അടിച്ചോളൂ. അതാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സപ്പോർട്ട്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വൈകിട്ട് വീണ്ടും 5 മണിക്ക് കാണാം. ഓക്കെ, ബായ്.